am learning Amrita Miss ആണ്. അപ്പോൾ മക്കളെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് ലൈവിലൊക്കെ പഠിച്ചതാണല്ലേ. ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ 10 മിനിറ്റ് കൊണ്ട്, അതായത് ഈ ചാപ്റ്റർ മുഴുവനായിട്ടും 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ നമുക്ക് സെറ്റാക്കി എടുക്കാം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് പോയിന്റ്. മക്കളെ, പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ കോമ്പസിൻ്റെയൊക്കെ നിബ്, അതേപോലെ പെൻസിലിൻ്റെ ഷാർപ്പൻഡ് എൻഡ്, അതേപോലെ എൻഡ് പോയിന്റ് ഓഫ് എ നീഡിൽ. ഒന്നും വേണ്ട, നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത്, ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ലൊക്കേഷൻ കാണിക്കുന്നത് ഒരു പോയിന്റ് വെച്ചിട്ടാണ് അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പോയിന്റ് വെച്ച് കാണാം. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം. അതായത് ചുമ്മാ മിസ് ഒരു കുത്ത് ഇങ്ങനെ ഇട്ട് വെച്ചാൽ അതൊരു പോയിന്റ് ആണ്. പോയിന്റ്. അടുത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ലൈൻ എന്താണ്. ലൈൻ എന്ന് പറഞ്ഞ മക്കളെ ഇങ്ങനെ ഒരിക്കലും അവസാനിക്കാതെ ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു വര, ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കലും ഇത് അവസാനിക്കില്ല. രണ്ട് സൈഡിലേക്ക് വന്ന് നമുക്ക് എത്ര വേണമെങ്കിലും വലിച്ചു നീട്ടിക്കൊണ്ടേയിരിക്കാം. ഇതിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ റോഡ്. ഓക്കെ, നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് റോഡുമ്പോൾ നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അല്ലേ. റോഡിൻ്റെ എൻഡ് നമ്മൾ കാണുമോ? ഇത് അവസാനമില്ലാതെ ഇങ്ങനെ പോകുകയാണ്. അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഒരു ലൈൻ എന്ന് പറയാം. ലൈൻ എന്നാണേ പറയുന്നത്. അവസാനമില്ലാതെ പോകുന്നതിനെയാണ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലൈനിൽ നിന്നുള്ള ഒരു കഷ്ണം, ലൈനിൻ്റെ ഒരു കഷ്ണത്തിനെയാണ് ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു കഷ്ണമായതുകൊണ്ട് തന്നെ അതിന് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഉണ്ടാകും. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഉണ്ടാകും, ഒരു എൻഡിങ് പോയിന്റും ഉണ്ടാകും. ഇതിനെയാണ് ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ലൈൻ സെഗ്മെന്റ്. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, ഒരു എൻഡിങ് പോയിന്റ് ഉണ്ടാവും. ലൈനിൻ്റെ ഒരു കഷ്ണമാണ് ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മക്കൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് റേ ആണ്. റേക്ക് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ടോർച്ച് തന്നെയാണ്. ഈ ടോർച്ചിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ലൈറ്റ് അടിക്കുന്ന സമയത്ത് നമുക്കറിയാം ലൈറ്റ് വരുന്നത് ടോർച്ചിൽ നിന്നാണ്. അതായത് ഇതാണ് ടോർച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ലൈറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. അവസാനിക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതിങ്ങനെ വരും അല്ലെ, ലൈറ്റ് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. എവിടെയാണ് എൻഡ് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. സ്റ്റാർട്ടിംഗ് പോയിന്റ് അറിയാം, എൻഡിങ് പോയിന്റ് നമുക്ക് അറിയില്ല. ശരിയല്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. മകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ ഷിപ്പിലൊക്കെ വഴി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ലൈറ്റ് ഹൗസ്, ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഈ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താണ് ഈ ലൈറ്റ് ഹൗസ് ഒന്നും ലൈറ്റ് ഇങ്ങനെ പോകുന്നത് ഇവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയാം, പക്ഷെ എവിടെയാണ് അത് അവസാനിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂല്ല. അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാകും, എൻഡിങ് പോയിന്റ് ഉണ്ടാവില്ല. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്? ഒരു റേ എന്ന് പറയുന്നത്. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാകും, പക്ഷേ എൻഡിങ് പോയിന്റ് ഉണ്ടാകത്തില്ല. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്? റേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫറൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണം. എന്താണ് പോയിന്റ്, എന്താണ് ലൈൻ, എന്താണ് ലൈൻ സെഗ്മെന്റ്, എന്താണ് റേ. ഓക്കെ, ഇനി രണ്ട് റേകൾ ഒരു കോമൺ പോയിന്റിലൂടെ പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്നതാണ് ആംഗിൾ. An angle is formed by two rays having a common starting point. ഒരു കോമൺ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വരുന്ന രണ്ട് റേകൾ ഉണ്ടാക്കുന്നതാണ് ഒരു ആംഗിൾ എന്ന് പറയുന്നത്. സിമ്പിളാണ്. ആംഗിൾ എന്ന് പറയുന്നത് രണ്ട് റേകൾ ഒരേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത്? റേ എന്ന് പറയുന്നത്. ഓക്കെ, സോറി, റേ അല്ല, ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആംഗിളിൻ്റെ കാര്യം ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ആംഗിളിന് രണ്ട് ആംസ് ഉണ്ടാവും. ആംഗിളിന് രണ്ട് റേകളാണല്ലേ, രണ്ട് റേകളാണ് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ആംസ് ഉണ്ടാകും, ഒരു വേർട്ടെക്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, മിസ് എന്താണ് വേർട്ടെക്സ്? മിസ് പറഞ്ഞു, രണ്ട് റേകൾക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെങ്കിലാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? വേർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ രണ്ട് റേയും കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റ് ആണ് അതിൻ്റെ വേർട്ടെക്സ്. റെഡി? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണല്ലോ. ഇനി മക്കൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് രണ്ട് ആംഗിൾസിനെ എങ്ങനെ കമ്പയർ ചെയ്യും. ഈ ചിത്രം നോക്കിയേ, ഈ ചിത്രം നോക്കി തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതിൽ ഏതാണ് വലുത്, ഏതാണ് ചെറുത്. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ വലുത് ഏതാണ്, ചെറുത് ഏതാണെന്ന് അറിഞ്ഞാൽ മതി.
ഇപ്പം ഈ ചിത്രം നോക്കുമ്പോൾ തന്നെ എൻ്റെ മക്കൾക്ക് മനസ്സിലാവും ഇതാണ് വലിയ ആംഗിൾ, ഇതാണ് ചെറിയ ആംഗിൾ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇത് കമ്പയർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചിത്രത്തിനെ വേറൊന്നിൻ്റെ മുകളിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് വെക്കാം അല്ലേ? ഒന്നിൻ്റെ മുകളിൽ കയറ്റി വെച്ച് നോക്കിയാൽ നമുക്കറിയാം ഏതാണ് വലുത് ഏതാണ് ചെറുത്. ഇതാണ് മക്കൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള അടുത്തൊരു കാര്യം, കമ്പയറിങ് ആംഗിൾസ് ആണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പല 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 ടൈപ്സ് ഓഫ് ആംഗിൾസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ. കാരണം ചെറിയ ആംഗിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഏകദേശം ഇതാ ഇങ്ങനെ വരുന്നതൊക്കെ നമുക്ക് എന്ത് പറയാം? അക്യൂട്ട് ആംഗിൾ എന്ന് പറയാം. നേരെ മറിച്ച് കറക്റ്റ് രണ്ട് വടികൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഒരു ലൈൻ ഇങ്ങനെയും ഒരു ലൈൻ ഇങ്ങനെയും കറക്റ്റ് ഇങ്ങനെ കൂട്ടിമുട്ടിയാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. ഓക്കെ, റൈറ്റ് ആംഗിൾ. ഇനി കുറച്ചുകൂടെ വലുതായാലോ? ഇതിനെ വിളിക്കുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ്. ഓക്കെ, ആള് കുറച്ച് വലിയ ആളാണ്, ഒബ്റ്റ്യൂസ് ആണ്. നമുക്ക് അങ്ങനെ പറയാം. അക്യൂട്ട് ആണ്, ഇത് റൈറ്റ് ആംഗിൾ ആണ്, പിന്നെയും വലുതായാൽ ഒബ്റ്റ്യൂസ് ആണ്. അങ്ങനെ 3 ടൈപ്പ് ആംഗിൾ ആണുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മിസ്സേ ഈ 3 ടൈപ്പ് ആംഗിൾ മാത്രമേ ഉള്ളൂ, ആണോ? അല്ല, ഇനിയുണ്ട്. അതിലൊന്നാണ് റിഫ്ലക്സ് ആംഗിൾ. റിഫ്ലക്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ പിന്നെയും മുന്നോട്ട് പോകും, ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി എന്നാണ് നമ്മൾ പറയാം. അതായത് ഇവിടെ നോക്കാം മിസ്, ഇവിടെ 2 ലൈൻ വരയ്ക്കാം. ഇതൊരു ലൈൻ, ഇത് രണ്ടാമത്തെ ലൈൻ. ഈ ഉണ്ടാക്കിയിരിക്കുന്നത് അക്യൂട്ട് ആംഗിളാണ്. ഇനി മിസ് എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഇത് കുറച്ചുകൂടെ വലുതാക്കി. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ, കറക്റ്റ് 90 ഡിഗ്രി വന്നു അല്ലേ? കറക്റ്റ് 90 ഡിഗ്രി, കറക്റ്റ് രണ്ടും ഇങ്ങനെ കൂട്ടിമുട്ടുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. ഇവിടെ നിന്നും കുറച്ചുകൂടെ വലുതായി, ഇങ്ങനെ വരുമ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ്. ഇവിടെ നിന്നും വലുതായി താഴേക്ക് പോയി. ഇങ്ങനെ വരുന്ന ആംഗിൾസിന്, അതായത് ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ആംഗിളിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആംഗിൾ. എന്താണ് വിളിക്കുന്നത്? റിഫ്ലക്സ് ആംഗിൾ. ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി, ലെസ് ദാൻ 360 ഡിഗ്രി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് മെഷറിംഗ് ആംഗിൾസിനെ പറ്റിയാണ്. ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യാം, ഇതിൻ്റെ വാല്യൂ എത്രയാണ്? അത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് പ്രൊട്രാക്ടറാണ്. നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആളാണ് ഈ പ്രൊട്രാക്ടർ എന്ന് പറയുന്നത്. ഇയാളെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മെഷർ ചെയ്യുന്നത്, ഈ ആംഗിൾസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ എന്ത് ചെയ്യണം? ഇതാ ഇവിടെ വെക്കണം. ഈ ഒരു സാധനം കണ്ടോ, നമ്മുടെ ആംഗിളിൻ്റെ കറക്റ്റ് ഈ ഒരു പോയിന്റിൽ വരണം. ഈ ആംഗിളിൻ്റെ വോർട്ടെക്സ് എന്ന് പറയുന്ന സാധനം കറക്റ്റ് ഈ പോയിന്റിൽ വെക്കുക. രണ്ടാമത്തെ ലൈൻ എവിടെ നോക്കുക. കറക്റ്റ് കണ്ടോ, രണ്ടാമത്തെ ലൈൻ എവിടെയാണ് കിടക്കുന്നത് നോക്കിയേ, 30 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിളിൻ്റെ മെഷർ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യേണ്ടത്. ഇവിടെ 0 എവിടെയാണ്? 0, 10, 20, 30. ഒരിക്കലും ഈ ഒരു ആംഗിളിനെ 140 അല്ലെങ്കിൽ 150 എന്ന് പറയരുത്. 0യിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. 0യിൽ നിന്ന് തുടങ്ങുക. 0, 10, 20, 30. ഇതാണ് നമ്മളുടെ പ്രൊട്രാക്ടറിൽ ആംഗിൾ മെഷർ ചെയ്യുന്നത്. ഈ പറയുന്നതൊക്കെ ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷോർട്ടാക്കി പറയുന്നതാണ്. കൂടുതലായിട്ട് മക്കൾ എന്ത് ചെയ്യണം? അറിഞ്ഞ് പഠിക്കണം. നമ്മുടെ ലൈവ് കഴിഞ്ഞതാണ്, ക്ലാസ് പോയി കാണുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരുവാണെങ്കിൽ എന്ത് ചെയ്യുക? മക്കൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏതാണോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻ്റായിട്ട് പറയാം. ഓക്കെ, മിസ്സേ ഇന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ലൈവ് വേണം, എന്താണോ നിങ്ങളുടെ ആവശ്യം അതെന്ത് ചെയ്യുക? കറക്റ്റായിട്ട് കമൻ്റാക്കി പറയാം. ഇനി സ്കൂൾ എക്സാംസ് ആണ് നടക്കുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മിസ്സേ ഇന്ന ദിവസം എക്സാം ആണ്, ആ വിവരം എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ, അതായത് ഈ സർക്കിളിൻ്റെ നടുഭാഗത്ത് ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ മൊത്തം 360 ആണ്, 360 ഡിഗ്രിയാണ്. ഒരു സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഒരു സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് മറന്നു പോയത് ഇമ്പോർട്ടൻ്റ് ആണ്. 360 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്.
ഇനി ഈ സെൻട്രൽ ആംഗിൾ 360 ആണെന്ന് നമുക്കറിയാം. ഈ സർക്കിളിനെ മിസ് 2 കഷ്ണമാക്കി മുറിക്കുക. 360 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ള ഇത് നമുക്കറിയാം. ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ആണ്, 360 ആണ്. ഈ 360 ഡിഗ്രീനെ മിസ് എന്ത് ചെയ്യാണ്? സർക്കിളിനെ 2 ഈക്വൽ കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 360നെ നമ്മൾ ഡിവൈഡഡ് ബൈ 2 ആക്കുന്നു അല്ലേ? 360നെയാണ് 2 ആക്കി മുറിക്കുന്നത്. അതായത് ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി വരും. അപ്പോൾ സർക്കിളിനെ 2 ഈക്വൽ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ആണ്. ഇനി സർക്കിളിനെ 3 കഷ്ണമാക്കി മുറിച്ചാലോ? അപ്പോൾ 360യെ നമ്മൾ എന്ത് ചെയ്യണം? 3 ആക്കി ഡിവൈഡ് ചെയ്യണം. ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി ആയിരിക്കും. അപ്പോഴുള്ള സെൻട്രൽ ആംഗിൾ ഒരു ആംഗിളിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? സോ ഒരു ആംഗിളിൻ്റെ മെഷർ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനെ തന്നെ 3 എന്നുള്ളത് 4 ആക്കി ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. ഓരോന്നും 90 ഡിഗ്രി വരും. ഇനി 360നെ 5 ആക്കി ഡിവൈഡ് ചെയ്താലോ? ഇത് എത്ര വരും എന്നുള്ളത് എൻ്റെ മക്കൾ കമൻ്റായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടത്? ഈ 360നെ 4 ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര? അതായത് ഒരു സർക്കിളിനെ ഒരു സർക്കിളിനെ 4 ആക്കി ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിളിനെ 4 പാർട്ടാക്കുക. 360 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. ഇനി 5 ആക്കിയാൽ എത്രയായിരിക്കും നടുവിലെ ആംഗിൾ എന്നുള്ളത് എൻ്റെ മക്കൾ കൃത്യമായിട്ട് കമൻ്റായിട്ട് പറയാം. ഓക്കെ, ഇനി ഒരു കുഞ്ഞു കാര്യം കൂടി ഉണ്ട്, ആംഗിൾ ബൈസെക്ടർ. ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ഹാഫ് ഓഫ് എ ഗിവൺ സർക്കിൾ. ഒരു ഗിവൺ ആംഗിൾ, ഒരു തന്ന ആംഗിളിനെ, നമുക്ക് തന്നിരിക്കുന്ന ഒരു ആംഗിളിനെ 2 ഈക്വൽ കഷ്ണങ്ങളാക്കി മുറിക്കുന്നതിനെയാണ് ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു ആംഗിൾ തന്നിട്ടുണ്ടാവും. ആ ആംഗിളിനെ കൃത്യം 2 ഈക്വൽ പീസസ് ആക്കുന്നതിനെയാണ് ആംഗിൾ ബൈസെക്ടർ, അല്ലെങ്കിൽ ബൈസെക്ടിങ് ആൻ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ ലൈനിനെയാണ്, ആ മുറിക്കുന്ന ലൈനിനെയാണ് ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്നത്. ആ മുറിക്കുന്ന ലൈനിനെയാണ് ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഈ തന്നിരിക്കുന്നത് 60 ഡിഗ്രിയാണ്. ഈ തന്നിരിക്കുന്ന ഈ ലൈൻ എന്താക്കുവാണ്? ഈ ഒരു ആംഗിളിനെ 2 30 ഡിഗ്രി ആയിട്ട് കട്ട് ചെയ്യുന്നു, ഈക്വലായി കട്ട് ചെയ്യുന്നു. ഈ ആംഗിൾ മൊത്തം 60 ഡിഗ്രിയാണ്. ഈ ലൈന് വന്ന് അതിനെ 30 ആയിട്ട് മുറിക്കുന്നു. അപ്പോൾ ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ്, എന്താണ് പേര്? ആംഗിൾ ബൈസെക്ടർ. അതായത് ഈ ലൈനാണ് ആംഗിളിനെ 2 കഷ്ണമാക്കി മുറിക്കുന്നത്. അപ്പോൾ ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ബൈസെക്ടർ. അപ്പോൾ ആംഗിൾ ബൈസെക്ടർ എന്താ? ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്ന ഒരു ലൈനാണ് that divides the angle into 2 equal parts. ഒരു ആംഗിളിനെ 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കളൊന്നുമില്ല ആലോചിച്ച് വെക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എൻ്റെ മക്കൾക്ക് എക്സാമിന് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങളുടെ ചാപ്റ്റർ സെറ്റാണ്. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക, സെറ്റായിരിക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻ്റായിട്ട് ചോദിക്കുക. നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാണെന്നും എക്സാം ഒക്കെ തുടങ്ങിയോ എന്നുള്ള വിശേഷങ്ങളൊക്കെ എന്ത് ചെയ്യുക? കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, so thank you students, thank you so much, have a great day, bye bye everyone.